ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്രദാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കപ്പ നമ്മൾ ചെരിച്ച് നിലത്ത് കിടത്തി നടന്നൊരു വീഡിയോ ആണ്. നിലത്ത് നീളത്തിൽ വലിയ തണ്ട് കപ്പ നീളത്തിൽ ചെരിച്ച് വെച്ചിട്ട് ചെരിച്ച് നടുക. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ചാല എടുക്കുകയാണ്. ചെറുതായിട്ട് മതി, അധികം താത്തൊന്നും വേണ്ട. അപ്പോൾ ഈ ഏരിയ നല്ല വളമുള്ള ഏരിയ ആണ്. ഇവിടെ ആദ്യം ചാണകമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചാണകമൊക്കെ ഇവിടുന്ന് വാരി ഒഴിവാക്കി. അപ്പോൾ നല്ല വളമുണ്ട്. അപ്പോൾ പ്രത്യേക വളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 മീറ്റർ, 1 മീറ്ററിലേറെ, 1.25 മീറ്ററിൻ്റെ അടുത്തുള്ളൊരു 1.25 മീറ്റർ ഉണ്ടാവും ഒരു തണ്ടാണ് നമ്മൾ ഇവിടെ കിടത്തി നടാൻ പോകുന്നത്. അപ്പോൾ ചാല് ശരിയായി, ചാലൊക്കെ റെഡി, ഇത്ര മതി. അധികം താഴ്ചയിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തണ്ടെടുക്കണം. അപ്പോൾ നമ്മൾ തണ്ടെടുത്ത് ഏകദേശം ഒരു 1.25 മീറ്ററുള്ള തണ്ടെടുത്ത് അതിൻ്റെ ഒരു ഭാഗം, ഒരു അടിഭാഗം നമ്മൾ കിടത്തി വെക്കുമ്പോൾ അടിയിലേക്ക് വെക്കുന്ന ഭാഗം ഫുള്ള് ചെത്തുക. ഫുള്ളായിട്ട് നീളത്തിൽ ചെത്തി ഒഴിവാക്കുക. അടിഭാഗം തോനൊന്നും വേണ്ട, ഒരു കാൽ ഭാഗം ആയിട്ട് ചെത്തി, അടിഭാഗം ചെത്തി ഒഴിവാക്കാം. ആ തൊലി മാത്രം ചെത്തിയെടുത്തായി, തൊലി ഫുള്ളായിട്ട് ചെത്തി ഒഴിവാക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കിടത്തി നടുമ്പോൾ ആ ഭാഗത്ത് ഫുള്ള് വേര് വരും. ആ ചെത്തുന്ന ഭാഗത്ത് 2 സൈഡിൽ നിന്നും വേര് വന്നിട്ട് അവിടെ കേങ്ങ് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിഭാഗം ചെത്തുന്നത്. അപ്പോൾ അങ്ങനെ കിടത്തി വെക്കുന്നതിൽ ഫുള്ളായിട്ട് വേര് വരും. 2 സൈഡിലും വേര് വരും. നമ്മൾ കിടത്തി വെച്ചതിന് ശേഷം മുകളങ്ങൾ, കണ്ടമാനം മുകളങ്ങൾ വരും. ഈ ഓരോരോ ഇതളുള്ള ഈ മുട്ടിനൊക്കെ മുകളങ്ങൾ വരും മുകളിലേക്ക്. അപ്പോൾ ആ മുകളങ്ങളൊക്കെ നുള്ളി കഴിഞ്ഞിട്ട് ഒരു നല്ല കരുത്തുള്ള ഒരു 4-5 മുകളങ്ങൾ മാത്രം വെച്ചാൽ മതി. കരുത്ത് ആയിട്ടുള്ള ബാക്കിയൊക്കെ നുള്ളി കളയണം. അപ്പോൾ ഈ ഏകദേശം ഈ മുട്ടൊക്കെ ഉണ്ട്, ഇതിൻ്റെ എത്ര മുട്ടുണ്ട്, ആ മുട്ടിനൊക്കെ മുളങ്ങൾ പൊന്തി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. ഒരു 3-4-5 നല്ല കരുത്തുള്ള മുളം മാത്രം ഇവിടെ വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഏകദേശം അതിൻ്റെ അടിഭാഗം നമ്മൾ ചെത്തി റെഡിയായി. അതിൻ്റെ തല ഒന്ന് നല്ല കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്യുക. നല്ല റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യുക 2 ഭാഗവും. ഇത്രയും മതി. ഇപ്പം അതിൻ്റെ ഇത്ര പണിയുള്ളൂ. ഇനി നമുക്കത് മണ്ണിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് കഴിഞ്ഞ് മൂടണം. അപ്പോൾ ചാലിലേക്ക് നമുക്ക് അത് നമ്മൾ കിടത്തി വെച്ചിട്ട് ചെറുതായിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാം. അപ്പോൾ അത് പറഞ്ഞില്ല, ഇവിടെ നല്ല വളമുള്ള സ്ഥലമാണ്. ഇവിടെ നന്നായിട്ട് ചാണപ്പൊടി നന്നായിട്ട് കുണ്ടിട്ട സ്ഥലമായിരുന്നു. അപ്പോൾ വാരി ഒഴിവാക്കിയതാണ് കംപ്ലീറ്റ്. അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ വളപ്പൊടി കൂടിയ മണ്ണാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് വളപ്പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതിൽ ചാല് കയറിയതിൽ മെല്ലെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മണ്ണൊക്കെ കുറച്ച് അങ്ങനെ മുകളം വന്നതിന് ശേഷം കൂട്ടി കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ മണ്ണ് കവർ ചെയ്യുക. അധികം ഓവറാക്കി വേണമല്ല, ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. മുളങ്ങൾ വന്നിട്ട് ശേഷം നമ്മൾ ചെറുതായിട്ട് ചാരോ എന്തെങ്കിലും കൊടുത്തിട്ടൊന്ന് മണ്ണ് കൊടുത്താൽ മതി. മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. ഒരു ഇഷ്ടം പോലെ വളമുണ്ട്. വളമുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും വളം കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മാസം കഴിഞ്ഞിട്ട്, 1.5 മാസം കഴിഞ്ഞിട്ടൊക്കെ വളം കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മളൊക്കെ റെഡിയാക്കി മൂടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കപ്പത്തണ്ട് നമ്മൾ ചെരിച്ച് നട്ടതാണ്. അപ്പോൾ ഇത് ഫുള്ള് കേങ്ങായിട്ടുണ്ടാവും. ഈ അടിഭാഗം നമ്മൾ ചെത്തിയ ഭാഗത്ത് 2 സൈഡിൽ നിന്നും വേര് വന്നിട്ട് അവർ കേങ്ങ് പിടിക്കും. നമുക്കിപ്പോൾ ഒരു തണ്ടെന്ന് തന്നെ, തണ്ട് കുറച്ച് നീളമുള്ള തണ്ട്, 1 മീറ്റർ 1.5 മീറ്ററുള്ള തണ്ട് ആയതുകൊണ്ട് അതിലൊക്കെ കേങ്ങായിരിക്കും.
അപ്പോൾ ആ പരിപാടി ഇത് നമ്മൾ ആദ്യം നമ്മൾ ഈ കവറിൽ ചാക്കിൽ പിന്നെ ചെരിച്ച് വെച്ചതാണ്. അതായത് ഒരടി നീളമുള്ള ഒരു കമ്പ് നമ്മൾ ചെരിച്ച് വെച്ചിട്ട് നട്ടതായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള മുകളങ്ങൾ വന്നതാണ്. അപ്പോൾ അതിലുള്ള ഓരോ പിന്നെ ഇതിൽ നിന്നും കമ്പിന്ന് ഈ മൂളങ്ങൾ വന്നതാണ്. അപ്പം മൂളങ്ങളൊക്കെ ഒന്ന് വിളിക്കാൻ 1, 2, 3 മൂള ഇത് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. ഒന്ന് ശരിക്കും 2 മതി. അതുകൊണ്ട് 3 അവിടെ വെച്ചേക്ക് നേസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ ചരിച്ച് ഒരടീൻ്റെ മേലെ 1.5 അടി 1.25 അടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും നീളമുള്ളൊരു കമ്പാണ് നമ്മളന്ന് നട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള മൂളങ്ങളാണ് ഇത് വന്നത്. അപ്പോൾ അതൊക്കെ അതിലൊരാവശ്യമില്ലാത്ത മൂളങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി ചെറിയ